PS രഞ്ജിത്താണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് കോഴിക്കോട് നിന്ന്. രഞ്ജിത്ത്, വലിയ പ്രയാസത്തിലാണ് കുടുംബം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പരാതി ഉന്നയിച്ചിരുന്നു കുടുംബം. അത് നടന്നതുമാണ്, യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഈ വിധത്തിൽ തന്നെ തുടരണം എന്ന് പറയുന്നു. അങ്ങനെ അതായത് തൃപ്തി രേഖപ്പെടുത്തുകയാണ് കുടുംബം. തീർച്ചയായിട്ടും വളരെ സംയമനത്തോടു കൂടിയുള്ളൊരു മറുപടിയാണ് ഇന്ന് ഇപ്പോൾ അർജുൻ്റെ കുടുംബം നടത്തിയിട്ടുള്ളത്. കാരണം അവർ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ പരാതികളില്ല എന്നുള്ളതാണ്. വളരെ സംതൃപ്തി രേഖപ്പെടുത്തുന്നു. കരസേനയും അതുപോലെ നേവിയും ഒക്കെ നടത്തുന്നു. കരയിലും വെള്ളത്തിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തെരച്ചിൽ ഇതേ രീതിയിൽ നടത്തിയാൽ എന്തെങ്കിലും തുമ്പുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവരാകെ നടത്തുന്നൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നതും ഈ രക്ഷാപ്രവർത്തനം തുടരണം എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത്, ഒരു പരാതിയും പറയാനില്ല എന്നുള്ളതാണ്. അങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ നടത്തിയ തെരച്ചിലുകൾ, ഇന്നത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു. അത് കരസേനയുടെ ഭാഗത്തുനിന്നും നേവിയുടെ ഭാഗത്തുനിന്നുമൊക്കെ തെരച്ചിൽ നടത്തി. പക്ഷേ ആ കുടുംബത്തിന് ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഈ തെരച്ചിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തുടർന്നാൽ അതൊരു റിസൾട്ടിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷ മാത്രമാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഏക കാര്യം അവർ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം ഇതേ രീതിയിൽ തുടരണം, രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് ഈ അർജുൻ്റെ കുടുംബം, അർജുൻ്റെ സഹോദരി എന്ന് പറയുന്നത്. ഇന്നലെ കരസേനയ്ക്കെതിരെയൊക്കെ ആത്മരോഷത്തോടു കൂടി പ്രതികരിക്കുന്നൊരു അമ്മയെ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ കുടുംബം ആ ആത്മരോഷവും വൈകാരികമായിട്ടുള്ള പ്രകടനവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ വൈകാരികമായ പ്രതികരണം തന്നെയായിരുന്നു സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന്. പിന്നീട് അഞ്ജു ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായി വിശദീകരിച്ചിരുന്നു. അമ്മയ്ക്ക് ആ വിധത്തിലുള്ള വൈകാരികതയാണ്, നമുക്കത് മനസ്സിലാകാം. ഏതൊരു മനുഷ്യനും ഏതൊരു പട്ടാളക്കാരനും മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അർജുൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അഞ്ജുവിൻ്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. ജിതിനെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവരിൽ നിന്ന് കുടുംബത്തിന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത്? ബിനിൽ, കുടുംബത്തിന് ഇപ്പോൾ അഞ്ജുവിൻ്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്, ജിതിനുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൃത്യമായി ഇപ്പോഴുള്ള വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ തൃപ്തി രേഖപ്പെടുത്തുന്നത്. കാരണം വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ അവർക്ക് ലഭിക്കുന്നു. പട്ടാളത്തിൻ്റെ ഭാഗത്തുനിന്നും നേവിയുടെ ഭാഗത്തുനിന്നും ഒക്കെ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള തെരച്ചിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുന്ന് അവർക്ക് ലഭ്യമാവുന്ന ഒരു ഇൻപുട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രതികരണമാണ് അല്പം മുമ്പ് അഞ്ജു നടത്തിയിട്ടുള്ളത്. ഈ തെരച്ചിൽ തൃപ്തികരമാണ്. പക്ഷേ ഈ തെരച്ചിൽ ഇന്നിപ്പോൾ കണ്ടുകിട്ടിയില്ല എന്ന് കരുതി വൈകുന്നേരമാകുമ്പോൾ ഈ തെരച്ചിൽ അവസാനിപ്പിക്കരുത്. നേരത്തെ കാർവാറിലെ MLA ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് അത്യന്താധുനിക ഉപകരണമാണോ വേണ്ടത് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ കൂടി എത്തിച്ചുകൊണ്ട് ഈ തെരച്ചിൽ ഊർജിതമായി പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അർജുന്റെ സഹോദരി ഉന്നയിക്കുന്നത്. എന്തായാലും തെരച്ചിലിൽ ഇന്നത്തെ തെരച്ചിലിൽ സംതൃപ്തി ഉണ്ട് എന്ന് കുടുംബം പറയുകയാണ്.